വാട്ടമായി ഞാൻ തീരുമെന്നാൽ വാമരെ മൊഴിഞ്ഞിടാം ഞാൻ പാശമാൽ പറഞ്ഞിടാം ഞാൻ നിങ്ങൾ ഈ പൊന്നുമോളെ നിക്കാഹിനായി മൊഴിഞ്ഞോ ഇത് പറയാനായി ഞാനു പണഞ്ഞു മുത്ത് മുഹമ്മദ് മുസ്തഫ തങ്ങൾ വിട്ടതാണേ ഞാനും സത്യമായ കാര്യം പറയാൻ വന്നതാണേ മുത്ത് മുഹമ്മദ് മുസ്തഫ തങ്ങൾ വിട്ടതാണേ ഞാനും സത്യമായ കാര്യം പറയാൻ വന്നതാണേ ആട്ടിടില്ലെന്നോർത്തിടുന്നു തേട്ടമായി ഞാനിരുന്നു നോട്ടവും നിറഞ്ഞു വന്നു ഓട്ടവും മാക്കില്ലയെന്നും എന്നെ നിങ്ങളുമേ ചേർക്കുന്നേ കാര്യവും പാറാ നിന്നേ നബിയുടെ മുമ്പിൽ ഞാനണയട്ടെ മുത്ത് മുഹമ്മദ് മുസ്തഫ തങ്ങൾ വിട്ടതാണേ ഞാനും സത്യമായ കാര്യം പറയാൻ വന്നതാണേ മുത്ത് മുഹമ്മദ് മുസ്തഫ തങ്ങൾ വിട്ടതാണേ ഞാനും സത്യമായ കാര്യം പറയാൻ വന്നതാണേ മോമിനികളെ എന്താണ് അവിടെ സംഭവിക്കുന്നത് നോക്കി നിങ്ങൾ ബഹുമാനപ്പെട്ട സഅദ് റളിയല്ലാഹു അൻഹുവിനോട് എന്തിനാണ് താങ്കൾ വന്നത് എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം വിഷയം അവതരിപ്പിക്കുകയാണ്. ബഹുമാനപ്പെട്ടവരെ, ഞാൻ തന്നെയാണ് പുതുമാരൻ, എനിക്കാണ് അങ്ങയുടെ മോളെ കെട്ടിച്ചു തരാൻ വേണ്ടി പറഞ്ഞിരിക്കുന്നത്. അത് പറയാൻ അദ്ദേഹം വളരെ പ്രയാസപ്പെട്ടിട്ടുണ്ട്. ഈ വിവരം തന്റെ മകളെ കെട്ടാനാണ് സഅദ് വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ടും അംർ ഇബ്നു വഹബിന്റെ സ്വഭാവത്തിന് മാറ്റമുണ്ടായി, അദ്ദേഹത്തിന്റെ വളപ്പുണ്ടായി, മുഖം കറുത്ത മേഘാവൃതമായി മാറി. അദ്ദേഹം പല്ലുകടിച്ചു. അദ്ദേഹത്തെ കുറ്റപ്പെടുത്താൻ പറ്റില്ല, കാരണം ഈ വന്ന മനുഷ്യൻ ആരാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണത് നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. അദ്ദേഹത്തിന്റെ ശരീരപ്രകൃതി വളഞ്ഞ് മുതുകത്ത് ഒട്ടകത്തിന്റെ പൂഞ്ഞ പോലെയുള്ള ഒരു മാംസക്കഷ്ണം, വസൂരിക്കലുള്ള മുഖം, ആര് കണ്ടാലും ഒരു മുഖത്തേക്ക് നോക്കുമ്പോൾ തന്നെ ചെറിയൊരു അറപ്പ് പോലെ തോന്നുന്ന രൂപം ആണല്ലോ. അതുകൊണ്ട് തന്നെ അംറിന് തോന്നിപ്പോയി ഇത് വ്യാജമാണ്, ഇത് നുണയാണ്, അള്ളാന്റെ റസൂൽ ഒരിക്കലും ഇങ്ങനെ അയക്കുകയില്ല എന്നുള്ള ഒരു ധാരണ അംർ ഇബ്നു വഹബിന്റെ ഹൃദയത്തിലേക്ക് എത്തുകയുണ്ടായി. ഈ വിഷയം ഞാനാണ് പുതുമാരൻ, എനിക്കാണ് നിങ്ങളുടെ മകളെ കെട്ടിച്ചു തരേണ്ടത് എന്ന് പറഞ്ഞപ്പോൾ തന്നെ പെട്ടെന്ന് അംർ ഇബ്നു വഹബ് ദേഷ്യപ്പെട്ടു. ഇറങ്ങാനാ പറഞ്ഞത്. പ്രിയപ്പെട്ട മോമിനികളെ, ഇരിക്കാൻ കസേര കൊടുത്ത മനുഷ്യൻ, കുടിക്കാൻ പാനീയം കൊടുത്ത മനുഷ്യൻ,